ഒരുപാടധികം വിചിത്രമായ നിയമങ്ങളും ഒരുപാടനേകം രഹസ്യങ്ങളും അടങ്ങുന്ന ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്ക പോലുള്ള ശക്തമായ ഒരു രാജ്യം പോലും ആശങ്ക പ്രകടിപ്പിച്ച ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുറി നോർത്ത് കൊറിയയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് റൂം നമ്പർ 39 രഹസ്യങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു Afworld. Aflu here. പല രാജ്യങ്ങളും പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ട് പോലും അതിലൊന്നും തളരാതെ ആണവായുധം പോലും കയ്യിലുള്ള നിലയിൽ ഒരു ശക്തമായ നിലയിൽ എങ്ങനെയാണ് നോർത്ത് കൊറിയ എന്ന വിചിത്രമായ രാജ്യം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്, അവർ അതിജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് എപ്പോഴേലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് റൂം നമ്പർ 39 തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അവരവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അത് വെച്ച് അവർ ലോകത്തെ പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചുറ്റുഭാഗത്തുനിന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ അവയിൽ പല വസ്തുക്കളും പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ. അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു രാജ്യത്താണെങ്കിൽ അതിൻ്റെ ക്യാമറ യൂണിറ്റ് സോണി എന്ന കമ്പനിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അത് സൗത്ത് കൊറിയയിൽ നിന്ന് വരുന്നതാണ്. ഇനി അതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തു നിന്നായിരിക്കാം അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എടുക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി ആയതിനു ശേഷം ഇതിലൊന്നും പെടാത്ത മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ചുകൊണ്ടായിരിക്കാം, ചൈന പോലുള്ള ഏതെങ്കിലും രാജ്യത്ത് വെച്ചുകൊണ്ടായിരിക്കാം ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് അസംബിൾ ചെയ്തുകൊണ്ട് ഒരു മൊബൈൽ ഫോണിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലില്ലാത്ത പല വസ്തുക്കളെയും ഇതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ അവർക്ക് പണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നോർത്ത് കൊറിയ എന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിനോടകം തന്നെ പല രാജ്യങ്ങളും അവരെ പൂർണ്ണമായും ബാൻ ചെയ്തതിനാൽ, നിരോധിച്ചതിനാൽ തന്നെ ഇത്തരത്തിലൊരു സുഗമമായ ഇറക്കുമതി നോർത്ത് കൊറിയ എന്ന രാജ്യത്തിലേക്ക് വളരെയധികം പ്രയാസകരമാണ്. അതോടുകൂടെ തന്നെ അവരുടെ നാണയത്തിന്, അവരുടെ കറൻസിക്ക് വലിയ രീതിയിലുള്ള മൂല്യമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ വക കാര്യങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ട് നല്ല രീതിയിൽ സുഗമമായി പോകുന്നതിന് വേണ്ടി റൂം നമ്പർ 39 വെച്ചുകൊണ്ട് അവർ ആദ്യം തന്നെ ചെയ്യുന്ന പരിപാടി കറൻസി പ്രിന്റിംഗ് ആണ്. അതും പല പല രാജ്യങ്ങളുടെ കറൻസികളാണ് ഇവിടെ വെച്ചുകൊണ്ട് അവർ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ഒറിജിനൽ എന്നോ ഏതാണ് അവരടിച്ചിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് എന്നോ തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലക്കുള്ള കറൻസികളെയാണ് ഇവിടെ വെച്ചുകൊണ്ട് ഇവർ പ്രിന്റ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസുകളാണ് ഇവിടെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ സർക്കുലേഷനിലുള്ള കറൻസിയുടെ സീരിയൽ നമ്പർ എടുത്തുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ്, ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇവർ കറൻസി പ്രിന്റ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ കള്ളൻ ഏതാണെന്ന് തിരിച്ചറിയാൻ ഓരോ രാജ്യത്തെയും ഗവൺമെന്റിനും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ ഇവർ പ്രിന്റ് ചെയ്ത് ഇറക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ബ്ലാക്ക് മാർക്കറ്റിൽ ചെന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ ചെന്നുകൊണ്ടാണ് ഇതിനെ മാറ്റിയെടുക്കുന്നതും അവിടെ നിന്നും പലതരത്തിലുള്ള വസ്തുക്കളെയും അവർ രാജ്യത്തേക്ക് മേടിക്കുന്നതും ഒക്കെ. ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവർക്ക് അമേരിക്കയിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം തന്നെ ചെയ്യുന്നൊരു പരിപാടി റൂം നമ്പർ 39 വെച്ചുകൊണ്ട് ഡോളറുകൾ പ്രിന്റ് ചെയ്ത് ഇറക്കിയ ശേഷം അമേരിക്കയുടെ US-ന്റെ ബ്ലാക്ക് മാർക്കറ്റിൽ ചെന്നുകൊണ്ട് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം മേടിക്കുക എന്നൊരു കാര്യമാണ്. ഒരു രാജ്യത്തെ സർക്കുലേഷനിലുള്ള നോട്ടുകൾ കൃത്യമായി കണ്ടെത്തുക എന്ന് പറയുന്നത് തീർത്തും വലിയൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യത്തെ വ്യക്തമായി തന്നെ നല്ല രീതിയിൽ നിർവഹിക്കുന്നതിന് വേണ്ടി, കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 50,000-ഓളം വരുന്ന സ്പൈകൾ, 50,000-ഓളം വരുന്ന ചാരന്മാരെ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നോർത്ത് കൊറിയ നിയമിച്ചിട്ടുണ്ട്. ഈ ചാരന്മാർ വഴിയാണ് ഇത്തരത്തിലുള്ള കറൻസികളുടെ വ്യക്തമായ വിവരങ്ങൾ റൂം നമ്പർ 39 ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാരന്മാരുടെ എല്ലാം ഒരു ഓഫീസ് എന്ന നിലക്കും അവരെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ഒരു കൺട്രോൾ സെന്റർ എന്നുള്ള നിലക്കുമെല്ലാം ഈ ഒരു റൂം നമ്പർ 39 പ്രവർത്തിച്ചു വരുന്നുണ്ട്. ലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി രണ്ടാമതായി അവർ ആ ഒരു മുറിയിൽ സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത് വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാബാണ്. നമുക്കറിയാം നോർത്ത് കൊറിയയുടെ കറൻസിക്ക് വലിയ രീതിയിലുള്ള മൂല്യമൊന്നുമില്ല. അതിനാലൊക്കെ തന്നെ വലിയ തോതിൽ പണം അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അതിനെല്ലാം ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമതായിട്ട് വരുന്ന ഒരു കാര്യം ഈ ഒരു ലാബിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഡ്രഗ്സ് ആണ്. വളരെ നല്ല രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ തോതിൽ തന്നെ നിരോധിതമായിട്ടുള്ള ഡ്രഗ്സ് ആണ്, മയക്കുമരുന്നാണ് ഈ ഒരു ലാബിൽ വെച്ചുകൊണ്ട് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്.
അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കുമുള്ള പൊതുവായ ട്രാൻസാക്ഷനുകൾ ഇടപാടുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോളേഴ്സിലാണ് എന്നതിനാൽ തന്നെ അമേരിക്കയിൽ നിരോധിച്ചിട്ടുള്ള ഡ്രഗ്സുകളെ തന്നെയാണ് കൂടുതലായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം പല വിധേനയും ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് അമേരിക്കയിലേക്ക് എത്തിക്കുകയും അവിടെ വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ് ആയതിനാൽ തന്നെ വലിയ വില ഇതിന് ഈടാക്കുകയും അതുമൂലം വലിയ തോതിൽ തന്നെ അമേരിക്കൻ ഡോളേഴ്സ് ഇവരുടെ കൈകളിലേക്ക് എത്തുന്നു. റൂം നമ്പർ 39 മൂന്നാമതായിട്ടുള്ളത് പെണ്ണാണ്. ഒരാളെ എങ്ങനെയെല്ലാം മയക്കിയെടുക്കാം എന്ന കാര്യത്തിൽ വളരെയധികം ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുള്ള സ്ത്രീകളായിരിക്കും ഈ ഒരു മുറിക്കകത്തുള്ളത്. മാത്രമല്ല അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടന്നു വരുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി പല പല രാജ്യങ്ങളിലുള്ള നേതാക്കന്മാരെ ഇവരുടെ വലയിലാക്കുക, വശീകരിച്ചെടുക്കുക, അതിനുശേഷം അവരുമായി നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളെല്ലാം വീഡിയോകളായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നതൊക്കെയാണ്. ഇത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ഒരു ക്ലിപ്പുകൾ വെച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ആ ഒരു നേതാക്കന്മാരെ മാത്രമല്ല ആ ഒരു രാജ്യത്തെ പോലും നിയന്ത്രിക്കാനും ആ രാജ്യത്തെ പോലും തങ്ങളുടെ ഉള്ളം കയ്യിൽ ഒതുക്കാനും നോർത്ത് കൊറിയ എന്ന രാജ്യത്തിന് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലും ഇതിനു വേണ്ടിയിട്ട് ഇവർ സ്ത്രീകളെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷവും ഇപ്പോഴും പലർക്കും ഉണ്ടാകുന്ന സംശയം ഇതെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നൊരു കാര്യമായിരിക്കും. ഇവയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു മനുഷ്യനെ പൂർണ്ണമായും നശിപ്പിക്കാൻ പാകത്തിനുള്ള, ഒരു മനുഷ്യനെ പൂർണ്ണമായും അടിമപ്പെടുത്താൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് ഈ റൂം നമ്പർ 39 വെച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ടുള്ള പണത്തെ തന്നെ നമുക്കെടുക്കാം. നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും പണത്തിന് വേണ്ടിയിട്ടാണ്. അതിനാലൊക്കെ തന്നെ ഇത്തരത്തിൽ പല രാജ്യങ്ങളുടെയും കറൻസികൾ പ്രിന്റ് ചെയ്യുന്നത് മൂലമായിട്ട് വലിയ തോതിൽ തന്നെ ഓരോ രാജ്യങ്ങളെയും രാജ്യത്തുള്ള ആളുകളെയും സ്വാധീനിക്കാനും അവരുടെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരാനും അവരെ പൂർണ്ണമായും നിയന്ത്രിക്കാനുമെല്ലാം നോർത്ത് കൊറിയ എന്ന രാജ്യത്തിന് സാധിക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ പണം കൊണ്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ പിടിച്ചു കെട്ടാൻ അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അടുത്തതായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലഹരി, ഡ്രഗ്സ് എന്ന് പറയുന്ന അടിമപ്പെടുത്തുന്ന വസ്തു. ഇതോടുകൂടി തന്നെ പണത്തിന് കീഴ്പ്പെടാത്ത ഭൂരിഭാഗം വരുന്ന അല്ലെങ്കിൽ ഒരുപാടധികം ആളുകളെ നോർത്ത് കൊറിയയ്ക്ക് തങ്ങളുടെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരാനും പൂർണ്ണമായും അവരെ നിയന്ത്രിക്കാനുമെല്ലാം തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി പറഞ്ഞ രണ്ടുകൊണ്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മൂന്നാമതായിട്ട് വരുന്നത് പെണ്ണ്. തീർച്ചയായും ഈ രണ്ടിലും വീഴാത്ത ആളുകൾ അതിൽ വീഴുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായി തന്നെ ലോകത്തെ മുഴുവനും നോർത്ത് കൊറിയ ഈ ഒരൊറ്റ മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. 1970 കാലഘട്ടങ്ങളിലാണ് ഇത്തരം ഒരു മുറി ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ചെറിയ റൂം എന്നതിനപ്പുറത്തേക്ക് വളരെ വിശാലമായി കിടക്കുന്ന ഒന്ന് തന്നെയാണ് റൂം നമ്പർ 39 എന്ന് പറയുന്നത്. നോർത്ത് കൊറിയയിലെ പ്യോങ്യാങ് എന്ന പേരുള്ള സ്ഥലത്തുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ മൂന്നാമത്തെ നിലയിലാണ് ഈ ഒരു 39-ാം നമ്പർ മുറി സ്ഥിതി ചെയ്യുന്നത്. ഇതേ ഒരു നിലയിൽ തന്നെയാണ് 35-ാം നമ്പർ മുറി ആയിട്ടുള്ള അവരുടെ ഇന്റലിജൻസിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റൂം വരുന്നത്. അതേപോലെ തന്നെ 38-ാം നമ്പർ മുറി അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇല്ലീഗലും ലീഗലുമായിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുറി വരുന്നത്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകളുടെ ഓഫീസുകളും ഉണ്ടായിരുന്നത് ഈ ഒരു 3-ാം നിലയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോസോട് അതിൻ്റെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഒരു അടഞ്ഞ മുറി കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പൊതുജനം പറഞ്ഞുണ്ടാക്കുക സ്ഥിരമായിട്ട് നടക്കാറുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ പറയപ്പെടുന്ന ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞതിനെല്ലാം അപ്പുറത്തേക്ക് ഇതെല്ലാം സത്യമായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോർത്ത് കൊറിയ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ കാര്യങ്ങളെ വെച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ നോർത്ത് കൊറിയ എന്ന രാജ്യത്തിന് സാധിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ നോർത്ത് കൊറിയയുടെ 39-ാം നമ്പർ മുറി രഹസ്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന അവരുടെ സീക്രട്ട് ആയിട്ടുള്ള റൂമിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.